പ്രിയ കർത്താവിനെ വിജയ ദാസന്മാരെ, ഞങ്ങൾ ഇപ്പോൾ മനാലി കഴിഞ്ഞ റോത്തം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ചുറ്റുപാട് നോക്കിയ മുഴുക്ക മഞ്ഞുമലയാണ്, ഭയങ്കര മഞ്ഞുമലയാണ്. ലക്ഷോപലക്ഷം ആത്മാക്കളാണ് ഈ പർവ്വതങ്ങളിലുള്ളത്. എന്നാൽ ഇവിടെ സുവിശേഷം എത്തിക്കുവാൻ ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളിലില്ല. ഹിമാചലിലെ കങ്കടായുടെ താഴ്വരയിലാണ് ധാരാളം പേരുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെ ആരും ആൾക്കാരെ മിഷന്മാരായിട്ട് അയക്കുന്നില്ല. ഈ സുവിശേഷം എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? സുവിശേഷം കടന്നില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ, നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ 10-20 ഉപദേശമായി ചുമ്മാ കിടന്ന് കറങ്ങുകയാണ്. അവരെയൊക്കെ ഇവിടെ നിന്ന് അയച്ചിരുന്നെങ്കിൽ സുവിശേഷം കേൾക്കാത്ത എത്രയോ പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാക്ഷയം പ്രാപിച്ച് ദൈവസഭയിലേക്ക് വന്നേക്കുമായിരുന്നു. ചില ചിന്തിക്കുന്നത് ഒരു $50 കൊടുത്താൽ അല്ലെങ്കിൽ $100 കൊടുത്താൽ ഇവിടെ സുവിശേഷിക്കപ്പെടുമെന്നാണ്. എന്നാൽ ഒരു കർത്തദാസൻ നിങ്ങൾ പൂർണ്ണമായി ചില നാളുകളിൽ ചില വർഷങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ 100 കണക്കിന് ആത്മാക്കൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന സകല മലയാളികളായിട്ടുള്ള സഭാവ്യത്യാസമില്ലാതെ എല്ലാവരോടും ദൈവമക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പ്രദേശങ്ങള് ഹിമാലയ പർവ്വതങ്ങളെ പോലുള്ള ഈ പ്രദേശങ്ങളെ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മിഷന്മാർ അയക്കുക. കുമ്മനാട്ട് കിടന്ന് കറങ്ങാതെ, അല്ലെങ്കിൽ മുളക്കഴ കിടന്ന് കറങ്ങാതെ, പുനരൂർ കിടന്ന് കറങ്ങാതെ, അതുപോലെ നമ്മുടെ പെന്തക്കോസ് പോലത്തുള്ള അവിടെ കറങ്ങാതെ മിഷന്മാരെ ഈ പ്രദേശങ്ങളിലേക്ക് ട്രെയിനിങ് ചെയ്ത് അയക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് ഈ ഹിമാലയ പ്രദേശങ്ങളിലെ മിഷണറിമാരെ അയക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ ടൂറുകളിൽ അനേക സ്റ്റേറ്റുകൾ, ഇനിയും 5-6 സ്റ്റേറ്റുകളുള്ളൂ. സുവിശേഷം കേൾക്കാത്ത എത്ര ഗ്രാമങ്ങൾ, എത്ര പട്ടണങ്ങളുണ്ട്. നമ്മൾ സുഖമായി വലിയ വലിയ ലക്ഷങ്ങൾ, കോടി $1 മുടക്കി, കോടി രൂപ മുടക്കി നമ്മൾ സുഖിക്കുകയല്ലേ? ഈ സുവിശേഷം കേൾക്കാത്ത സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുക. സഹോദരന്മാരെ, കർത്താവിന്റെ വിജയദാസന്മാരെ, ആ ഹാലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ, ഇപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് എപ്പോൾ ദൈവം നമ്മളോട് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ട് നമ്മുടെ കാലുകൾ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുമോ? ആകയാൽ മിഷന്മാരെ അയക്കുക. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്കായി പോകും? എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാവരും ഈ സുവിശേഷത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹിമാലയ പർവ്വതത്തെ, ഇന്ത്യയെ സുശേഷിപ്പാൻ ദൈവം നമ്മളെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപയോഗിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. IPC എന്നോ ചർച്ചപ്പ് കോഡെന്നോ അസംബ്ലി കോഡെന്നോ ഷാരോനോ സ്വതന്ത്ര ബന്ധുക്കോ സഭകളെന്നോ ക്രൈസ്തവ സഭകളെന്നോ ഒന്നും പറയാൻ നോക്കാതെ, ഹല്ലേലൂയ.